ഹായ് വെൽക്കം ബാക്ക് ടു ഫാഷൻ വീക്ക് ഡിസൈൻസ്. നമ്മുടെ പ്രീമിയം ആയിട്ടുള്ള സോഫ്റ്റ് സിൽക്കി കോട്ട ഫാബ്രിക്കിൽ വരുന്ന കുറേ മിക്സ്ഡ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇതിൽ കാണിക്കാൻ പോകുന്നത്. എല്ലാം ഒരേ പ്രൈസ് റേഞ്ചാണ്, ഒരേ ഫാബ്രിക് ആണ്. അതായത് ഇതുണ്ടോ എല്ലാത്തിലും കാണത്തില്ല, നമുക്ക് വീഡിയോയിൽ ഒന്നും വിസിബിൾ അല്ല. ഈ ഒരു ആൻറ്റിക് ത്രെഡ് വീവിങ് ഇങ്ങനെ ചെക്ട് സ്റ്റൈലിൽ അത് ഫുള്ളും എല്ലാ കളേഴ്സിലും അത് വരുന്നുണ്ട്. അത് നേരിട്ട് കാണുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവുക. വീഡിയോയിൽ വരുമ്പം അത്രയും ക്ലിയർ അല്ല. നല്ല പ്രീമിയം ആയിട്ടുള്ള ഐറ്റമാണ്, നല്ല സോഫ്റ്റ് ആണ്. ഇത് കാണാനും ഒതുങ്ങിക്കിടക്കും, യൂസ് ചെയ്യാനും നല്ല സോഫ്റ്റ് ആണ്, പ്രീമിയം സ്റ്റൈലാണ്. ഡീറ്റെയിൽസ് നോക്കാം. സോ ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് ഓണം ബേസ് കളറിൽ തന്നെ വെച്ച് തുടങ്ങാം. ഇതുണ്ടോ, ഇത് ദാമൻ പോർഷൻ ഹെവി ആയിട്ടും ബാക്കി പോർഷൻസിൽ ഈ ഒരു വർക്ക് സ്കാറ്റർ ചെയ്തുമാണ് വരുന്നത്. അപ്പോൾ ഇത് നല്ല എൻക്വയറി ഉള്ള ഒരു ഐറ്റം ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ പല ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള മിക്സ്ഡ് ഐറ്റമായിട്ട് കാണിക്കുന്നത്. ഇതിൻ്റെ ഇനി നമ്മുടെ ഓൺ ഡിസൈൻ ആയിട്ട് വരാൻ കിടപ്പുണ്ട്. അപ്പോൾ ഓൺ ടൈമിലൊക്കെ വരുള്ളായിരിക്കും. ഇതുണ്ടോ, ഇതാണ് ദുപ്പട്ട നല്ല പ്രീമിയം ആണ് കേട്ടോ. നല്ല ഹെവി ആയിട്ട് വർക്ക് ഉണ്ട്. എന്നാൽ ഇതുണ്ടോ കോട്ട ബേസ് എന്നുള്ളൊരു ഫീലില്ല. ഇതുണ്ട് വളരെ സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങിക്കിടക്കും. പിന്നെ ഈ ഒരു ഗോൾഡൻ ബോർഡർ വേണ്ടാത്തവർക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വേണമെങ്കിൽ ലോക്ക് ചെയ്യുകയോ ലേസ് ചെയ്യുകയോ ഒക്കെ ചെയ്താലും മതി, ഉണ്ടെങ്കിലും കുഴപ്പമില്ല. വളരെ സെൽഫ് പാറ്റേണിലാണ് വർക്ക്. അപ്പം ഒത്തിരി ഓവർ ലുക്കില്ല. ഇതൊരു യെല്ലോയിഷ് പിസ്ത ഗ്രീൻ കളർ ഷെയ്ഡാണ്. അതായത് ആ ഒരു ആൻറ്റിക്കിൻ്റെ കോമ്പിനേഷൻ ഉള്ളതും കൊണ്ടാണ് തോന്നുന്നത്, ഒരു യെല്ലോ മിക്സും കൂടെ നമുക്ക് തോന്നുന്നത്. നല്ല ഹെവി വർക്ക് വരുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എന്നാൽ പ്രീമിയം ആയിട്ടുള്ള ഫാബ്രിക്കാണ്. അതാണ് അടുത്ത കളർ. ഇതെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റൈൽ ഓഫ് എംബ്രോയിഡറീസ് ആണ് എല്ലാത്തിലും പോയി. ഇത് ഇതിൻ്റെ ദാമൻ ബോർഡറാണ്. ബാക്കി പോർഷൻസിൽ ഫ്ലവർ വർക്ക്സ് സ്കാറ്റർ ചെയ്ത് വരുന്നുണ്ട്. ദുപ്പട്ടയിൽ ടാസിൽസ് ചെയ്തിട്ടുണ്ട്. ദുപ്പട്ടയും ഫുൾ വർക്കാണ് വന്നേക്കുക. എല്ലാം സെൽഫ് പാറ്റേണിലാണ്. 1599 ആണ് പ്രൈസ് വന്നേക്കുക. സോ ഇതൊരു ആൻറ്റിക് മിൻറ്റ് ഗ്രീൻ കളർ ഷെയ്ഡ്. ഇതിൽ നമുക്ക് പെട്ടെന്ന് ഡിസൈൻ മനസ്സിലാവും. ഇതുണ്ടോ മാംഗോ ഡിസൈൻ കാണാൻ പറ്റും ഫുള്ളായിട്ട്. എല്ലാത്തിലും ആ ചെക്ട് വീവിങ് വരുന്നുണ്ട്. ബോട്ടം സാൻഡൂൺ ആണ്. ടോപ്പ് ദുപ്പട്ട നല്ല പ്രീമിയം ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് നമുക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. സോഫ്റ്റ് സിൽക്കി കോട്ട ഫാബ്രിക്. സിൽക്കി കോട്ട എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഒത്തിരി സിൽക്കി കോട്ട കാറ്റലോഗ്സ് കണ്ടിട്ടുണ്ട്. അതുമായിട്ട് കമ്പയർ ചെയ്ത് ഇതും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അത് സ്റ്റിഫാണ്. ഇതെന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ലൈറ്റ് വെയ്റ്റ്, അതായത് പ്രീമിയം സെറ്റിൽ വരുന്ന ഒത്തിരി റഫായിട്ടൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ലാത്തൊരു ഫാബ്രിക്കാണിത്. സോ ഇതാണ് എൻ്റെ അടുത്ത കളർ. ഒരു സിൽവർ ആഷ് പോലത്തെ ഒരു കളർ. അതിലൊരു ആൻറ്റിക് കോമ്പിനേഷൻ വരുന്നുണ്ട്. ഇപ്പം കണ്ട ആ ഒരു മാംഗോ ഡിസൈൻ വർക്കാണ്. ഇതിലും ഫുള്ള് പോയേക്കുക. 1599 ആണ് പ്രൈസ്. സോ ഇതാണ് ലാസ്റ്റ് വൺ വന്നിരിക്കുന്നത്. ഇതും സിൽവർ ആഷിൻ്റെ ഒരു കോമ്പിനേഷനാണ്. അതിൽ ആ ഒരു ചെക്ട് ആൻറ്റിക് വീവിങ് വന്നിട്ടുണ്ട്. വർക്കിൽ ഡിഫറൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ മുന്നേ കണ്ടത് മാംഗോ ഡിസൈൻ ആയിരുന്നു. ഇതിൽ കുറച്ചും കൂടെ ഒരു ക്രീപ്പർ സ്റ്റൈലിലെ ഫ്ലവർ, അതിന് ചുറ്റിയുള്ള സ്റ്റെംഡ് പാറ്റേൺ അങ്ങനെയൊക്കെ ഉള്ളൊരു വർക്കാണ് പോയേക്കുക. ദുപ്പട്ട അതുണ്ട് ഫുൾ വർക്കാണ്. ഇതിൽ കുറച്ചുകൂടെ സെൽഫ് കളറല്ല യൂസ് ചെയ്തേക്കുന്ന, ഒരു ഓഫ് വൈറ്റ് പോലത്തെ ഒരു കളർ ടോണാണ് ആ എംബ്രോയ്ഡറി വർക്കിൽ യൂസ് ചെയ്യുന്നാലും ഒന്നും ഓവറല്ല. അത്രയും ആ ഒരു ഫാബ്രിക്കിൻ്റെയും ഈ വർക്കിൻ്റെയും ഒക്കെ ഒരു ബ്യൂട്ടിനെസ് ആണെന്ന് തോന്നുന്നു. ഒത്തിരി ഓവർ ഫീൽ വരുന്നില്ല. നല്ല മൂവിങ് ആണ്. ഇപ്പോൾ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് പുതിയ കളക്ഷൻസ്. അപ്പോൾ നമ്മൾ പുതിയ കളക്ഷൻസ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടൊന്നും വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ കാണിച്ച കളക്ഷൻസിൻ്റെ ബാലൻസ് ഉള്ള പീസസ് കാണിക്കുന്നത്. നല്ല എൻക്വയറി ഉള്ള ഐറ്റമാണ്. നിങ്ങൾ വീഡിയോയിൽ കാണുന്നതിനേക്കാളും നേരിട്ട് കാണാൻ നല്ല ലുക്കാണ്. 1599 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. താങ്ക് യു.